ആ തമ്പിളിയാ പറയടാ. എടോ KR എന്റെ കുറച്ച് കാശ് പോയി. അയ്യോ എന്തു പറ്റി? അത് ഞാനേ കുറച്ച് ഓൺലൈനിന്റെ ട്രേഡിങ്ങിൽ കുറച്ച് പൈസ ഇട്ടത് അത് മുഴുവൻ പോയി എന്നാ തോന്നുന്നത്. എന്നിട്ട് കംപ്ലൈന്റ് കൊടുത്തില്ലേ? ഇല്ല, കംപ്ലൈന്റ് കൊടുക്കാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. അതാ ഞാൻ നിന്നെ വിളിച്ചേ. അയ്യോ വേഗം 1930 1930 ടോൾ ഫ്രീ നമ്പറാ, പെട്ടെന്ന് വിളിക്ക്. കംപ്ലൈന്റ് കൊടുത്തിട്ട് നീ എന്നെ വിളിച്ചാൽ മതി. 1930 അല്ലേ? ആ ശരി ശരി, നീ ഫോൺ വെക്ക്. എന്റെ എടാ കൊടുത്തോ? കൊടുത്തു. അവര് പറഞ്ഞത് എത്രയും പെട്ടെന്ന് വിളിക്കാം, ബാങ്ക് വഴി എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ പൈസ തിരിച്ച് നമ്മുടെ കയ്യിൽ കിട്ടുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്യാന്നാ പറഞ്ഞേക്കുന്നത്. ആ കിട്ടിയാ ഭാഗ്യം. എടാ എത്ര കാലമായി ഇങ്ങനത്തെ വാർത്തകളൊക്കെ വരാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് ഇത് എങ്ങനെ ചെന്ന് ചാടി? അയ്യോ, എനിക്കും ഇത് അറിയാവുന്ന കാര്യമൊക്കെ ആയിരുന്നു. പക്ഷെ ഇതെന്താണെന്നറിയോ, ആദ്യം ഒരു ഫർണിച്ചർ കമ്പനിയുടെ ഒരു പരിപാടിയായിട്ട് ഇവർ വന്നത്. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയ എമൗണ്ട് ഒക്കെ ഇട്ടപ്പോൾ അവർ നമുക്ക് അതേപോലെ തന്നെ തിരിച്ചൊക്കെ തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു സത്യമാണ്. അങ്ങനെ കുറച്ച് വലിയ എമൗണ്ട് ഇട്ടപ്പോഴാണ് പണി വാളിയത്. ആ ബെസ്റ്റ്. എടാ ഇങ്ങനെ വിശ്വാസത്തിലെടുത്ത് പറ്റിക്കലാണ് ഇവരുടെ എല്ലാം പരിപാടി. എല്ലാ ദിവസവും എത്ര കേസുകളാണ് വരുന്നതെന്ന് അറിയാമോ നിനക്ക്? ഒരു ദിവസം പോലീസിൻ്റെ അടുത്ത് തന്നെ 50 കേസുകൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതല്ലാത്ത കേസുകൾ വേറെയാ. അവരാണെങ്കിൽ പിന്നെ വലിയ എമൗണ്ട് ഞാൻ അവരുടെ അക്കൗണ്ടിൽ ഇട്ടപ്പോൾ മുതൽ അവരുടെ വെബ്സൈറ്റ് പോലും അവിടെ കാണാനില്ല. ഓരോ ദിവസം ഓരോ പുതിയ പരിപാടിയും കൊണ്ടാവും. ഒരെണ്ണം പരാജയപ്പെടുമ്പോൾ അടുത്ത പരിപാടിയും കൊണ്ടാണ് ഇവർ ഇറങ്ങുന്നത്. ഇപ്പം അറിഞ്ഞില്ലേ, വാട്സപ്പിലൊക്കെ ഭയങ്കര സീനാണത്. അതെന്താ? അതായത് പണ്ട് നമ്മൾ ഇൻസ്റ്റയിലും FBയിലും ഒക്കെ ഈ ഫേക്ക് പ്രൊഫൈലൊക്കെ ഉണ്ടാക്കിയിട്ടാണല്ലോ ഈ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരുന്നത്, പൈസയൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ അതൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കും. ഈ വാട്സപ്പിൽ ഇപ്പോൾ എന്താ സംബന്ധിച്ചാൽ, നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പ്രൊഫൈലിൽ നിന്ന് വരെ, അച്ഛൻ്റെ അമ്മയുടെ നമ്പറിൽ നിന്ന് വരെ മോളെ ആ നമ്പർ ഒന്ന് പറഞ്ഞുതരാമെന്നൊക്കെ ചോദിച്ചിട്ട് വരും. OTP നമ്പർ അതിനകത്തേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് കൊടുത്ത തീർന്നു. നിൻ്റെ പിന്നെ നിനക്ക് ആ വാട്സപ്പേ യൂസ് ചെയ്യാൻ പറ്റില്ല. വാട്സപ്പ് ലോഗിൻ ചെയ്യാൻ പോലും നമുക്ക് പറ്റില്ല, ലോഗൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ. കാരണം അതൊക്കെ അവരുടെ കയ്യിലായിരിക്കും. എന്നിട്ട് നമ്മുടെ കോൺടാക്റ്റ് ഉള്ളത് വെച്ചിട്ടൊക്കെ അവർ ഇതേപോലെ തന്നെ പരിപാടി ചെയ്യും. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളടുത്തൊക്കെ നമ്മൾ സംസാരിക്കുന്നത് പോലെ അവർ സംസാരിക്കും. അങ്ങനെയൊക്കെ എന്തൊക്കെ പരിപാടികളാണ് നടക്കുന്നത് അറിയോ നിനക്ക്? അപ്പൊ എന്ത് ചെയ്താലും രക്ഷയില്ലാന്നാണോ നീ പറഞ്ഞു വരുന്നത്? എടാ ലോൺ ആപ്പ്, ജോലി തട്ടിപ്പ്, OLX ഫ്രോഡ്, ഹണി ട്രാപ്പ്, അങ്ങനെ എന്തൊക്കെ പരിപാടികളാണെന്നറിയാമോ? അത് CBI RBI ഇവിടുന്ന് IB എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് വിളിക്കും. വെറും കോൾ മാത്രമല്ല, വീഡിയോ കോൾ വരെ വിളിക്കും. ഇതൊക്കെ എത്ര വാർത്ത വന്നത്, എല്ലാ ദിവസവും വാർത്ത വരും. എന്നിട്ടും പോയി ചാടും എന്തെങ്കിലും കാര്യത്തിന്. ഇപ്പം നീ ചാടി കണ്ടില്ലേ? എടാവേ, അത് പിന്നെ കാശിന്റെ കാര്യമാകുമ്പോ ആരാണേലും ഒന്ന് ഇളകിപ്പോയില്ല. അതാണ് ഇതിനകത്തൊക്കെ പറ്റുന്ന ഒരു കാര്യമേ. അത് ശരിയാ. ഈ പൈസയുടെ കാര്യം വരുമ്പോഴാണ് എല്ലാവരും ഇങ്ങനെ കുടുങ്ങി പോകുന്നത്. എടി, ഇപ്പൊ നീ തന്നെ ഈ നമ്പർ ഇല്ലേ, ഈ നമ്പർ കൊണ്ട് വല്ല കാര്യമുണ്ടോ? പൈസ വല്ലതും തിരിച്ചു കിട്ടുമോ? ഉണ്ടടാ. അതായത് പൈസ നഷ്ടപ്പെട്ടു, പറ്റിക്കപ്പെട്ടു, ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സംശയങ്ങൾ തോന്നുന്നൊരു ഘട്ടമില്ല. ആ സമയത്ത് നമ്മൾ ഉടനെ 1930 വിളിക്കുക. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഉടനെ ഇത് ബാങ്കിലേക്ക് അറിയിക്കും. നമ്മുടെ പേയ്മെൻറ്റ് ആപ്പുകളെല്ലാം ബാങ്കുമായിട്ട് ലിങ്ക്ഡ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒക്കെ അവർ പല രീതിയിൽ അതിൻ്റെ അന്വേഷണം വ്യാപിപ്പിക്കുന്നതുകൊണ്ട് നമുക്കിത് നമ്മുടെ പൈസ എവിടെ എത്തി, ഇപ്പോൾ എവിടെയാണ്, ആരുടെ കയ്യിലാണ്, അങ്ങനെയൊക്കെ കുറച്ച് ഇൻഫർമേഷനൊക്കെ അവർക്ക് കളക്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് പൈസ തിരിച്ചു കിട്ടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. പക്ഷേ സമയം കളയും തോറും നമുക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യത കുറയും. അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ഇൻഫോം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ആകെയുള്ളൊരു പോംവഴി എന്ന് പറയുന്നത്. കിട്ടിയാൽ മതിയായിരുന്നു. ഇനിയെങ്കിലും ആരും ഇതേപോലെ ഒന്നും കാണിക്കാതിരുന്നാൽ മതിയായിരുന്നു. എവിടുന്ന് ഇനിയും പോയി പലരും ചാടും. എനിക്കറിയാമോ, കഴിഞ്ഞ വർഷം മാത്രം 200 കോടിയാണ് കേരളത്തിലുള്ളവരിൽ നിന്ന് മാത്രം നഷ്ടപ്പെട്ടത് ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകൾ കൊണ്ട്. ഈ വർഷം അതിൻ്റെ ഇരട്ടിയാവും, ഇല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടിയാവും എന്നൊക്കെയാണ് പോലീസ് ഇപ്പം തന്നെ പറയുന്നത്. ഒറ്റ കാര്യം ഓർത്താൽ മതി തമ്പി, വെറുതെ ഇരുന്നാലൊന്നും ആർക്കും കാശ് കിട്ടാൻ പോകുന്നില്ല. അതിനെ പണിയെടുക്കണം.